അപ്പോൾ MEG 10 ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ കാനോണിൻ്റെ വീഡിയോ ആണ് ചെയ്തിരുന്നത്. ഓക്കെ, ഫോർമേഷൻ ഓഫ് കാനോൺ ആൻഡ് എക്സ്പ്ലോറിങ് ദ കാനോൺ, അത് ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒട്ടുമിക്കപ്പോഴും ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെയായിട്ട് ഇത് വരാറുണ്ട്. ഓക്കെ, circumstances that led to the emergence of Indian writing in English. ഈ ഒരു ക്വസ്റ്റ്യൻ ഫസ്റ്റിൽ തന്നെ നമ്മൾ പേപ്പർ നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇടയ്ക്ക് കാണാറുണ്ട്. അറ്റ് സെയിം ടൈം പിന്നെ നമ്മൾ കാണാറുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അത് നമ്മൾ അടുത്തത് ഡിസ്കസ് ചെയ്യും. അത് മറ്റേ ക്വസ്റ്റ്യനാണ്. ഇംഗ്ലീഷ് മറ്റേ പവർഫുള്ളായിട്ട് നിൽക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് പല രീതിയിൽ അവർ ചോദിക്കും. അതായിരിക്കും ആദ്യത്തെ ക്വസ്റ്റ്യൻ മിക്കപ്പോഴും. ഓക്കെ, എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ എവിടെയെങ്കിലുമൊക്കെ ഈ ക്വസ്റ്റ്യൻസ് വരും, അത്രേ ഉള്ളൂ. സോ ലെറ്റ്സ് ബിഗിൻ. സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ ഇന്ത്യക്കാർ എഴുതാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റൻസസ് എന്തെല്ലാമാണ്, എങ്ങനെയാണ് അത് തുടങ്ങിയത്, അത് എമേർജ് ചെയ്തത് എങ്ങനെയാണ്, അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്, ഓക്കെ, അതിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ദ എമർജൻസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് വാസ് ദ റിസൾട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഡ്യൂറിങ് ദ കൊളോണിയൽ പീരീഡ്. അപ്പോൾ കൊളോണിയൽ പീരീഡിൽ ഈ വക വളർച്ചകളെല്ലാം ഉണ്ടായിരുന്നു. ഓക്കെ, ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗ്രാജുവലി ബിക്കെയിം എ മീഡിയം ത്രൂ വിച്ച് ഇന്ത്യൻ റൈറ്റേഴ്സ് എക്സ്പ്രസ്ഡ് ദെയർ തോട്ട്സ്, experiences and nationalist aspirations. The following circumstances contributed to its rise. അപ്പോൾ ഇവിടെ എന്താ പറയുക, ഈ കൊളോണിയൽ പീരീഡിൻ്റെ സമയത്ത് പലതരം ഡെവലപ്മെൻറ്റുകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഹിസ്റ്റോറിക്കൽ രീതിയിലായിക്കോട്ടെ, പൊളിറ്റിക്കൽ രീതിയിലായിക്കോട്ടെ, സോഷ്യൽ രീതിയിലായിക്കോട്ടെ, അങ്ങനെ കുറേ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ബ്രിട്ടീഷ് ഗ്രാജുവലി ബിക്കം എ മീഡിയം, അതായത് നമ്മൾക്ക് നമ്മുടെ പ്രശ്നങ്ങൾ ലോകത്തെ അറിയിക്കാൻ, ജനങ്ങളെ അറിയിക്കാനുള്ള ഒരു മീഡിയമായി മാറി ഇംഗ്ലീഷ്. ഓക്കെ, അതായത് ഇംഗ്ലീഷുകാർ അവരിലേക്ക് നമ്മളെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചതെങ്കിൽ കൂടിയും ലാസ്റ്റ് അവരെ പുറത്താക്കുന്ന ഒരു ആയുധമായി മാറി ഇംഗ്ലീഷ് എന്ന് വേണം പറയാൻ. അപ്പോൾ ഈ കാര്യമാണ് ഇൻട്രൊഡക്ഷനായിട്ട് എഴുതേണ്ടത്. ഇപ്പോൾ ഈ 20 മാർക്സിന് ചോദിക്കുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനും ഒരു കൺക്ലൂഷനും പിന്നെ ഒരു ബോഡി പാർട്ടും ഉണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും. കാരണം ഒന്നാമത് ഇൻട്രൊഡക്ഷൻ കൺക്ലൂഷനൊക്കെ പ്രത്യേകം എടുത്ത് എഴുതാമെന്ന് പറയുന്നത് നമുക്ക് പേജും തികയ്ക്കണമല്ലോ. 20 മാർക്സിന് എഴുതാമെന്ന് പറയുമ്പോൾ 5 പേജസ് എഴുതാം. അപ്പോൾ അത് തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇതും കൂടി എഴുതുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ കം ടു ദ പോയിൻറ്റ്. ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്. ഈ ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിലേക്ക് വന്നത്, ആ കാര്യം നിങ്ങൾ ആദ്യം എഴുതണം. അതിപ്പോൾ മറ്റേ ഇംഗ്ലീഷ് പവർഫുള്ളായി മാറി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് ഒരു പവറിൻ്റെ പവർഫുൾ അല്ലെങ്കിൽ പവറിനെ സൂചിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് മിക്കപ്പോഴും ഇതൊക്കെ ആയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുക. അപ്പം അത് ചോദിച്ചാലും ഇത് എഴുതണം. എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടിലേക്ക് വന്നത്, ആ കാര്യം നമ്മൾ എഴുതണമല്ലോ. ഓക്കെ, ദ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ പ്രൊമോട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നമ്മുടെ കൺട്രിയിൽ പ്രൊമോട്ട് ചെയ്തത്. ദ ചാർട്ടർ ആക്ട് ഓഫ് 1813 എൻകറേജ്ഡ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ and Thomas Babington Macaulay's Minute on Education 1835 advocated English as the medium of instruction. English education created a class of Indians familiar with Western literature, philosophy and science which encouraged them to write in English. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? You have to write about Macaulay's Minute on Education 1835. ഓക്കെ, Macaulay's Minuteനെ കുറിച്ച് നിങ്ങൾ എന്തായാലും എഴുതണം ഇൻട്രൊഡക്ഷൻ ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ള ടോപ്പിക്കിൻ്റെ അണ്ടറിൽ. കാരണം മക്കാലേസ് മിനിറ്റ് ആണ് നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ നമ്മൾ പഠിപ്പിക്കണം എന്നുള്ള ആ ഒരു കാര്യം നിർബന്ധമായിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ആ ഒരു ഫാക്ട്. ഓക്കെ, അതിനു മുന്നേ ഇപ്പം നിങ്ങൾക്ക് കുറച്ചധികം എഴുതണമെന്നുണ്ടെങ്കിൽ ഓറിയൻ്റലിസ്റ്റും ആംഗ്ലസിസ്റ്റും ഒക്കെ ഉണ്ടായിരുന്ന കാര്യം എഴുതാം. ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ
ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ പഠിക്കേണ്ട, നമ്മുടെ സ്വന്തം ലാംഗ്വേജിലൂടെ പഠിപ്പിച്ചാൽ മതി, മദർ ടങ്ങിലൂടെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയുന്നതാണ് ഓറിയൻ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആംഗ്ലിസിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇംഗ്ലീഷ് മീഡിയത്തിൽ കൂടെ തന്നെ പഠിപ്പിച്ചാൽ മതി. രാജാ റാമൻ റോയൊക്കെ ആംഗ്ലിസിസ്റ്റാണ് കേട്ടോ. ഓക്കെ, രാജാ റാമൻ റോയൊക്കെ ആർക്കാണ് മറ്റേ ലെറ്റർ എഴുതുന്നുണ്ട്. വാട്ട് വാസ് ഹിസ് നെയിം? ഹേഴ്സ്റ്റണോ? ഓ മൈ ഗോഡ്, ലോർഡ് ആംഹേഴ്സ്റ്റ്. ഓക്കെ, അദ്ദേഹത്തിന് രാജാ റാമൻ റോയ് ലെറ്ററൊക്കെ എഴുതുന്നുണ്ട്. ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കൂ, ഞങ്ങൾക്ക് സാൻസ്ക്രിറ്റ് കൊണ്ടൊന്നും ഗുണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഐ മീൻ ആംഗ്ലിസിസ്റ്റും ഓറിയൻ്റലിസ്റ്റൊക്കെ പറയുമ്പോൾ. അപ്പോൾ അത് വിടും. നമ്മളിപ്പോൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഓ മൈ ഗോഡ്, എഗെയിൻ സ്റ്റക്കായല്ലോ. മക്കാലേസ് മിനിറ്റാണ്. മക്കാലേസ് മിനിറ്റിൽ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ? മക്കാലേസ് മിനിറ്റിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നുള്ളത് നിർബന്ധമാക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഇന്ത്യക്കാരെ, ഇന്ത്യൻ ഇൻ ബ്ലഡ്, പിന്നെ പറയുന്നുണ്ടല്ലോ ബ്രിട്ടീഷ് ഇൻ ടേസ്റ്റ് ആൻഡ് ഒപ്പീനിയൻ. ബ്ലഡിലും അതുപോലെ തന്നെ എന്താ പറയുക, റേസിലൊക്കെ ഇന്ത്യൻ ആയിക്കോട്ടെ. ഓക്കെ, പക്ഷേ അവരുടെ തോട്ടും കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അത് വിടും. ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ക്രിയേറ്റഡ് എ ക്ലാസ് ഓഫ് ഇന്ത്യൻസ് ഫെമിലിയർ വിത്ത് വെസ്റ്റേൺ ലിറ്ററേച്ചർ, ഫിലോസഫി. അപ്പോൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുത്തത് മൂലം വെസ്റ്റേൺ ലിറ്ററേച്ചറും ഫിലോസഫി, സയൻസ് അതൊക്കെ അറിയാൻ തുടങ്ങി. പിന്നെ ഡൗൺലോഡ് ഫിൽട്രേഷനൊക്കെ ഉണ്ട് കേട്ടോ. അത് ഒക്കെ വേണമെങ്കിൽ എഴുതാം, നോട്ട് മച്ച് ആസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ. അത് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് മറ്റേ ഇംഗ്ലീഷ് പവർഫുള്ളാണെന്ന് പറയുന്ന അവിടെ എഴുതിയാൽ മതി. അത് അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ദ യൂണിവേഴ്സിറ്റീസ് ഓഫ് കൽക്കട്ട, ബോംബെ ആൻഡ് മദ്രാസ് were founded in 1857. These institutions spread English education and exposed Indian students to English literary traditions. Educated Indians began to use English for creative and intellectual expression. അപ്പോൾ കൽക്കട്ട യൂണിവേഴ്സിറ്റി, ബോംബെയിലുള്ള യൂണിവേഴ്സിറ്റി, മദ്രാസ് യൂണിവേഴ്സിറ്റി ഒക്കെ 1857 കണ്ടുപിടിച്ചത്. അതൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ എക്സ്പോസ്ഡ് ഇന്ത്യൻ സ്റ്റുഡൻസ് ടു ഇംഗ്ലീഷ് ലിറ്റററി ട്രഡീഷൻസ്, അതൊക്കെയായിരുന്നു അവിടെ പഠിപ്പിച്ചിരുന്നത്. ഇൻഫ്ലുവൻസ് ഓഫ് വെസ്റ്റേൺ ലിറ്ററേച്ചർ ആൻഡ് തോട്ട്. ഇന്ത്യൻ റൈറ്റേഴ്സ് കെയിം ഇൻ ടു കോൺടാക്ട് വിത്ത് ഇംഗ്ലീഷ് റൈറ്റേഴ്സ് സച്ചസ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷ് റൈറ്റേഴ്സിനായിട്ടൊരു കോൺടാക്റ്റ് വരികയാണ് ഇൻ ദ സെൻസ് ദാറ്റ് അവരെക്കുറിച്ച് അറിയാണ്, അവരുടെ വർക്ക്സ് നമുക്ക് ഇത് കൊള്ളാലോ, ആ ഒരു തോട്ട് വരികയാണ്. ഷേക്സ്പിയറിൻ്റെ വർക്ക്സ് വായിക്കുമ്പോഴത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റൊമാൻറ്റിസിസമാണ് കേട്ടോ. ആ പീരീഡിലുള്ള വർക്ക്സാണ്, ലൈക്ക് എസ്പെഷ്യലി വേർഡ്സ്വർത്തിൻ്റെ. അപ്പോൾ വേർഡ്സ്വർത്തിൻ്റെ ലൈക്ക് എത്ര മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത്. ഇപ്പം നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കതിലേക്കൊന്നും അധികം പോകണ്ട, ബിക്കോസ് നമുക്ക് ടൈം തീരെയില്ല. ഓക്കെ, എനിവേ വീണ്ടും വരൂ. അപ്പോൾ ഈ റൈറ്റേഴ്സിനെ കുറിച്ചെല്ലാം പറയുമ്പോൾ ഓക്കെ ഇത് നല്ലതാണ് എന്നൊക്കെ തോന്നുകയാണ്. റൊമാൻറ്റിക് പോയറ്റ്സ് എടുത്ത് പറയുന്നുണ്ട്. വെസ്റ്റേൺ ഐഡിയാസ് ഓഫ് ലിബർട്ടി, ഇൻഡിവിജ്വലിസം, ഹ്യൂമനിസം ആൻഡ് റാഷണാലിസം ഇൻസ്പയർഡ് ഇന്ത്യൻ ഇൻ്റലക്ച്വൽസ് ആൻഡ് ഷേപ്ഡ് ദയർ ലിറ്റററി ഔട്ട്ലുക്ക്. അപ്പോൾ ഈ വെസ്റ്റേൺ ഐഡിയാസൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് തോന്നുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അതെന്തെന്ന് വെച്ചാൽ നമ്മളെ അവർ അതായത് അവരുടെ കീഴിൽ കൊണ്ടുവരാൻ, ബ്രിട്ടീഷുകാരുടെ കീഴിൽ കൊണ്ടുവരാനാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചതെങ്കിലും പിന്നീട് നമ്മൾ ഇംഗ്ലീഷ് പഠനത്തിലൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഫ്രീഡത്തിനെക്കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, റിഫോർമേഷൻ, അങ്ങനെ കുറേ നല്ല നല്ല ഗുണങ്ങൾ കിട്ടി. അതും ഈ ഇംഗ്ലീഷ് തന്നെയാണ് പിന്നെ അവരെ നമ്മളിവിടുന്ന് പുറത്താക്കിപ്പിക്കാനുള്ള ഒരു ആയുധമായി മാറിയത് എന്നുള്ളൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. Okay, so next, social and religious reform movements. Reformers like Raja Raman Roy, Swami Vivekananda and Dayananda Saraswati used English to communicate with both Indians and Europeans. Their writings popularized English as a medium of intellectual discourse. അപ്പോൾ ഈ റിഫോമേഴ്സ് ആയിട്ടുള്ള രാജാ റാമൻ റോയ്, സ്വാമി വിവേകാനന്ദൻ, ദയാനന്ദ സരസ്വതി, ഇവരൊക്കെ ഇംഗ്ലീഷ് യൂസ് ചെയ്തു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഇന്ത്യൻസിനായിട്ടും യൂറോപ്യൻസിനായിട്ടും. ഓക്കെ, ഇനി ഇവരുടെ റൈറ്റിങ്സും ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലോട്ട് നമ്മളിപ്പോൾ നന്നായി കടന്നു തുടങ്ങി.
നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നില്ലേ, എമർജൻസ് ഓഫ് ഇന്ത്യൻ റൈറ്റിംഗ്. ഇന്ത്യൻ റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റൈറ്റേഴ്സിനെ ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. സി മുൽക്ക് ആനന്ദ് ഉണ്ട്, രാജാ റാവു ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് കൊണ്ടുവരിക. ഓക്കെ, ഇവരിലൊക്കെ ഇത്തിരിയെങ്കിലും വർക്ക്സൊക്കെ അറിയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുകയാണെങ്കിൽ ദ അൺടച്ചബിളൊക്കെ പോലെയുള്ള വർക്ക്സൊക്കെ ഒന്ന്, അതായത് അതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു കുത്തക കൂടിയായിട്ടാണ്. അത് എന്താ പറയുക, ആ വർക്കിനേക്കാൾ കൂടുതൽ മറ്റേ വർക്ക് വരുന്നുണ്ടല്ലോ, കാന്തപുരയിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് എഗെയിൻസ്റ്റ് നിൽക്കുന്ന വർക്കാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എഴുതുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ എവിടെയാണ് നമ്മൾ ഏതാ പറഞ്ഞെടുത്ത്? ഇൻഫ്ലുവൻസ് പറഞ്ഞു, സോഷ്യൽ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ് പറഞ്ഞു, റൈസ് ഓഫ് നാഷണാലിസം. ദ ഗ്രോത്ത് ഓഫ് ഇന്ത്യൻ നാഷണാലിസം ഡ്യൂറിങ് ദ 19th century encouraged writers to present India's culture and aspirations to the world. അപ്പോൾ എന്താണ് ഇന്ത്യൻ നാഷണാലിസത്തിൻ്റെ ആ ഒരു ഗ്രോത്ത് 19th century ആ ഒരു ഗ്രോത്ത് എന്താ പറയുക, റൈറ്റേഴ്സ് ആ ഒരു സമയത്താണ് റൈറ്റേഴ്സ് ഇന്ത്യയുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എഴുതുന്നത്, അല്ലെങ്കിൽ അതൊക്കെ സ്പ്രെഡ് ചെയ്യുന്നത് വേൾഡ്, എല്ലാ ലൈക്ക് ഓൾ ഓവർ ദ വേൾഡ് സ്പ്രെഡ് ചെയ്യാൻ സാധിച്ചു ആ ഒരു സമയത്ത്. അല്ലെങ്കിൽ ഇതതിനൊരു ഹെൽപ്ഫുള്ളായിരുന്നു ആ ഒരു ടൈമിൽ. ആ ഒരു ഇന്ത്യനോടുള്ള അവരുടെ ആ ഒരു ലവ്, ആ ഒരു പാഷൻ ടുവേർഡ്സ് ഓൺ കൺട്രി, അതൊക്കെ അവർക്കൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു അത്. ഓക്കെ, ഇംഗ്ലീഷ് സെർവ്ഡ് ആസ് എ ലിങ്ക് ലാംഗ്വേജ് എമംഗ് ഇന്ത്യൻസ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ലിംഗ്വിസ്റ്റിക് റീജിയൻസ് ആൻഡ് ഹെൽപ്ഡ് കമ്മ്യൂണിക്കേറ്റ് നാഷണലിസ്റ്റ് ഐഡിയാസ് ഇൻ്റർനാഷണലി. അപ്പോൾ ഇത് ഇൻ്റർനാഷണലായിട്ട് അവർക്ക് ഒരു വോയിസ് ഉണ്ടാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഒരു ലിങ്ക് ലാംഗ്വേജും കൂടിയാണ്. മറ്റുള്ളവരുമായിട്ട്, അബ്രോഡ് ഉള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു. ഈവൻ ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിനും ഒരു യൂണിറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ആണല്ലോ, ഒരു കോമൺ ലാംഗ്വേജ് അവർക്ക് കിട്ടി, കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു മീഡിയം കിട്ടി എന്നുള്ളതാണ്. പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ജേർണലിസം, അതിനും വലിയൊരു റോളുണ്ട്. ദ സ്പ്രെഡ് ഓഫ് പ്രിൻറ്റിംഗ് പ്രസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ക്രിയേറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ പബ്ലിക്കേഷൻ. English journals and magazines provided platforms for essays, poems and novels, encouraging literary activity in English. അപ്പോൾ ഈ പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെയും ന്യൂസ് പേപ്പേഴ്സിൻ്റെയും ആ ഒരു അത് സ്പ്രെഡ് ചെയ്തത് ഒരുപാട് എന്താ പറയുക, പബ്ലിക്കേഷനുള്ള ഒരു എന്താ പറയുക അവസരമായിരുന്നു അത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കുറേ പേർക്കത് അതിലൂടെ ഈ പ്രിൻറ്റിംഗ് പ്രസ് ഉള്ളതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ പറ്റിയ അവരുടെ വർക്ക്സ്. ഇംഗ്ലീഷ് ജേർണൽസും മാഗസിൻസ് പ്രൊവൈഡഡ് പ്ലാറ്റ്ഫോംസ് ഫോർ വോയിസ്, അതായത് കുറേ പേരുടെ എസ്സേയും പോകുമ്പോൾ ഈ മാഗസിനിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു മാഗസിനൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവരുടെ വർക്ക്സൊക്കെ അതിൽ ഇടാൻ പറ്റി. Need for a common language. India's linguistic diversity made English a convenient medium for communication among educated Indians. It became a link language that transcended regional boundaries and enabled writers to reach a wider audience. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പോയിൻ്റ് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്നത് പല ലാംഗ്വേജസും ഉള്ളൊരു കൺട്രിയാണ്. ഓക്കെ, അപ്പോൾ അവർക്കൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള മീഡിയം കിട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇംഗ്ലീഷ് ഒരു ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് മാറി. ഇനി കൾച്ചറൽ എൻകൗണ്ടർ ബിറ്റ്വീൻ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ബ്രിട്ടീഷ് റൂൾ ബ്രോട്ട് Indian civilization into close contact with Western culture. Indian writers attempted to reconcile indigenous traditions with Western literary forms, creating a distinctive Indian voice in English. അപ്പോൾ ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാരെ സപ്പോർട്ട് ചെയ്തും കൊണ്ട് അവരുടെ, അതായത് ബ്രിട്ടീഷുകാരെ ചാലഞ്ച് ചെയ്തും കൊണ്ട് നമ്മൾ എഴുതുന്ന വർക്ക്സ് എല്ലാം ഇംഗ്ലീഷിലായി. ഓക്കെ, അവിടെ ഒരു കോൺട്രവേഴ്സി നമുക്ക് കാണാൻ സാധിക്കും. ലൈക്ക് അവരുടെ ലാംഗ്വേജിൽ നമ്മൾ അവരെക്കുറിച്ച് മോശമായിട്ട് അവരുടെ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്നു എന്നുള്ളതാണ്. Emergence of an educated middle class. English education gave rise to an educated middle class consisting of administrators, teachers, lawyers and journalists. This class became the main readership and authorship base for Indian writing in English. അപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് മിഡിൽ ക്ലാസ്സിനെ ഉണ്ടാക്കാൻ സാധിച്ചു. ഇവരൊക്കെ തന്നെയാണ് നല്ലൊരു ഓതേഴ്സും അതുപോലെ തന്നെ അവരൊക്കെ ആയി മാറിയത്. കോൺട്രിബ്യൂഷൻസ് ഓഫ് ഏർലി ഇന്ത്യൻ റൈറ്റേഴ്സ്. ഹെൻറി ലൂയിസ്, വിവിയൻ ഡെറോസിയോ, ടൊറൂഡറ്റ്, ബങ്കിം ചന്ദ്ര ചറ്റോപദേ, ഇവർ 3 പേരും നമ്മുടെ MAG 10 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
ഇവരിൽ ആരെങ്കിലും ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല എന്നുള്ളതാണ്, എസ്പെഷ്യലി ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായ. അപ്പോൾ അതുപോലെ മൈക്കൽ മധുസൂദൻ ഡെറ്റ് demonstrated that English could effectively express Indian themes and experiences. Their success encouraged later writers. ഓക്കെ, അപ്പോൾ അവരെല്ലാവരും അവരുടെ വർക്ക്സ് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ്, ഇവരുടെ വർക്ക്സിനെ കുറിച്ച് എഴുതാം. ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണുക. അതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും, അത് ഉറപ്പാണ്. ഈ രാജ്മോഹൻസ് വൈഫ് എന്ന് പറഞ്ഞിട്ട് ബങ്കിം ചന്ദ്ര ചറ്റോപാധ്യായ എഴുതിയ വർക്കിൽ നിന്ന് എന്തായാലും മിക്കപ്പോഴും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻ ചെയ്യുന്നില്ല, കാരണം അത് തന്നെ കണ്ടാൽ മതി. അത് കണ്ടാൽ അതിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ 4 യൂണിറ്റ് ഉള്ളതിൽ ആ ഒരു ബ്ലോക്കിൽ ആ 4 യൂണിറ്റ് ഐ ഹാവ് ഓൾറെഡി പോസ്റ്റഡ്. സോ പ്ലീസ് ഗോ ആൻഡ് വാച്ച് ഇറ്റ് ആഫ്റ്റർ ദിസ് സെക്ഷൻ. ഓക്കെ, സോ കൺക്ലൂഷൻ നിങ്ങൾ തന്നെ വായിക്കുക. സോ താങ്ക് യു.